ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, നീ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ? മനുഷ്യരെ പരസ്പരം കൊളുത്തിവെക്കുന്ന പ്രസ്താവനയും ചോദ്യവുമാണിത്. ഇഷ്ടമാണ്, നമുക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാം. കാരണം ഇഷ്ടങ്ങൾ പലവിധമുണ്ടാകും. ഭൂമിയിൽ എത്രത്തോളം മനുഷ്യരുണ്ടോ അത്രത്തോളം ഇഷ്ടങ്ങളും ഉണ്ടാകും. നമ്മൾ സങ്കൽപ്പിക്കുകയാണ്. ഒരു ജീവനോട് അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് നമുക്ക് തോന്നുന്ന അട്രാക്ഷന് പല ഗ്രാഫുകളുമുണ്ട്. വെറുതെ കണ്ടാസ്വദിക്കാൻ തോന്നുന്ന ഇഷ്ടം, തൊട്ട് നോക്കാൻ തോന്നുന്ന ഇഷ്ടം, നിരന്തരം ഇടപെടാൻ തോന്നുന്ന ഇഷ്ടം, സ്വന്തമാക്കാൻ തോന്നുന്ന ഇഷ്ടം. മനസ്സിലായില്ലേ? ഐ ലവ് യു. ഡു യു ലവ് മീ? ലവ്. മനുഷ്യരെ പരസ്പരം ചേർത്ത് നിർത്താൻ ഇതിൽ പരം മറ്റൊരു വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. സ്നേഹമാണ്. നമ്മൾ സങ്കൽപ്പിക്കുകയാണ്. നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഓരോ മനുഷ്യരെയും ഓരോ രീതിയിലായിരിക്കും നമ്മൾ സ്നേഹിക്കുക. അത് പരിണാമപരമായി മനുഷ്യരിലേക്ക് വന്ന ഒരു സ്വഭാവമാണ്. എന്തെന്നാൽ അവന് ഇണ വേണം. വിനോദങ്ങളിൽ ഏർപ്പെടാനും ഇര തേടാനും അവന് കൂട്ടാളികൾ വേണം. മാനസികമായും ശാരീരികമായും തളർന്നെന്ന് തോന്നുമ്പോൾ ആശ്വാസമാകാനും മനുഷ്യർക്ക് മനുഷ്യർ വേണം. ഇത്തരം വ്യത്യസ്തമായ ഇടപെടലുകൾ കൊണ്ടാണ് സ്നേഹത്തിന് ഇത്രയും തലങ്ങളുണ്ടായത്. അർത്ഥഭാവത്തില്ലവാ, ഞാനും നിന്നെന്നു ഇഷ്ടപ്പെടുത്തേനെ, നീവു നന്നെന്നു ഇഷ്ടപ്പെടുത്തിയതാ. ഭാഷ മനുഷ്യരെ പരസ്പരം സഹകരിപ്പിക്കുന്ന ഫസ്റ്റ് ഇൻവെഷൻ ഭാഷയാണെന്നതിൽ തർക്കം വേണ്ട. ഏത് ഭാഷയായാലും മനുഷ്യർക്ക് മനോഹരമായി ചിന്തിക്കാനും പരസ്പരം പങ്കിടാനും സാധിക്കും. പുരിയിലെയാ, എനക്കൊന്നെ പിടിക്കും, ഉനക്കെന്നെ പിടിക്കുമാ. അർത്ഥം കാലേതാ, నువ్వంటే నాకు ఇష్టం, నీకు నేనంటే ఇష్టమా. സംജ്ഞയായ മുझे आप पसंद हो कि आपको मैं पसंद हूँ. എന്താ അല്ലേ? എല്ലാ മനുഷ്യർക്കും ദേശവ്യത്യാസമില്ലാതെ പരസ്പരം സ്നേഹിക്കാൻ സാധിക്കട്ടെ. സമാന സങ്കല്പങ്ങളുള്ളവർക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ.